തമിഴ്നാട്ടിലെ മയിലാടുതുറയ്ക്കടുത്തുള്ള നീഡൂർ എന്ന കൊച്ചുഗ്രാമത്തിൽ അമീനുള്ള എന്ന വ്യക്തിയുടെ കുടുംബം 7 തലമുറകളായി ജീവനേക്കാൾ വിലമതിച്ചു സംരക്ഷിച്ചു പോരുന്ന ആ അമൂല്യനിധി ഇന്ന് കേവലം ഒരു വിശ്വാസത്തിന്റെ അടയാളം മാത്രമല്ല, മറിച്ച് ആധുനിക ശാസ്ത്രലോകത്തിനു മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നം കൂടിയാണ്. 1.5 ഇഞ്ചു മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ലോഹപ്പെട്ടിയും അതിനുള്ളിൽ അതിസൂക്ഷ്മമായി പകർത്തിവച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനുമാണ് ഈ അത്ഭുത പ്രതിഭാസം. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഈ ഖുർആൻ വെറും 19 പേജുകളിലായി വിശുദ്ധഗ്രന്ഥത്തിലെ മുഴുവൻ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നത് അവിശ്വസനീയമായ ഒരു നേട്ടമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ പ്രയാസകരമായ അത്രയും ചെറിയ അക്ഷരങ്ങളിൽ അതീവ സങ്കീർണമായ കാലിഗ്രഫിയിലൂടെയാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ഒരു ഗ്രന്ഥം ഇത്ര ചെറിയ രൂപത്തിൽ നിർമ്മിക്കാൻ സാധിച്ചു എന്നത് അന്നത്തെ കൈവേലക്കാരുടെ അസാധാരണമായ വൈദഗ്ധ്യത്തെയാണ് വിളിച്ചോതുന്നത്. ഈ പുരാവസ്തുവിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകശ്രദ്ധയാകർഷിച്ചതോടെ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഗവേഷകർ മുന്നോട്ടു വന്നു. മന്നംപന്തൽ AVC കോളേജിലെ ഫിസിക്സ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ രാമലിംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളാണ് ഈ ലോഹപ്പെട്ടിയുടെ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. രാജ്യത്തെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളായ IISc, IIT തുടങ്ങിയവയിലെ ലാബുകളിൽ നടത്തിയ പരിശോധനകളിൽ ഈ പെട്ടി നിർമ്മിച്ചിരിക്കുന്നത് 78ഓളം വ്യത്യസ്ത ലോഹങ്ങളുടെ കൃത്യമായ മിശ്രിതം ഉപയോഗിച്ചാണെന്ന് തെളിഞ്ഞു. ഇതിൽ 46ഓളം ലോഹങ്ങൾ പ്രധാന അളവിലും 32ഓളം ലോഹങ്ങൾ വളരെ ചെറിയ അളവിലുമാണ് ചേർത്തിരിക്കുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധുനിക ലോഹതന്ത്ര വിദ്യയേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണമായ ഒരു ഫോർമുലയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് ശാസ്ത്രജ്ഞരെപ്പോലും അതിശയിപ്പിക്കുന്നു. ഈ ലോഹക്കൂട്ടിന്റെ കരുത്ത് പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങൾ അതിലേറെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. 2500 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ താപം പ്രയോഗിച്ചിട്ടും ഈ പെട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഉരുകലോ രൂപമാറ്റമോ സംഭവിച്ചില്ല. അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുമ്പോൾ ബഹിരാകാശ വാഹനങ്ങൾ നേരിടുന്ന അതിതീവ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ ഇന്നുപയോഗിക്കുന്ന അത്യാധുനിക സെറാമിക് കവചങ്ങളെക്കാൾ കരുത്തുള്ളതാണ് ഈ പുരാതന ലോഹക്കൂട്ട് എന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക കാലത്ത് വികസിപ്പിച്ചതെന്ന് നാം അഭിമാനിക്കുന്ന നിക്കൽ പ്ലേറ്റിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പെട്ടിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കണ്ടെത്തൽ ലോക ചരിത്രരേഖകളെപ്പോലും പുനഃചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. നമ്മുടെ പൂർവികർക്ക് ലോഹ സംസ്കരണത്തിലുണ്ടായിരുന്ന അറിവ് ഇന്നത്തെ ശാസ്ത്രത്തെക്കാൾ എത്രയോ മുന്നിലായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവായി ഇതിനെ കണക്കാക്കാം. ഈ പെട്ടി ഇത്രയും കാലം കേടുകൂടാതെ ഇരിക്കുന്നതിന് പിന്നിലും ഒരു ശാസ്ത്രീയ രഹസ്യമുണ്ട്. സാധാരണ ലോഹങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഓക്സിഡേഷൻ വഴിയോ തുരുമ്പിച്ചോ നശിച്ചുപോകാറുണ്ട്. എന്നാൽ ഈ ലോഹക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്ന യുറേനിയം, തോറിയം തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ സാന്നിധ്യം ഈ പെട്ടിയെയും അതിനുള്ളിലെ പേജുകളെയും പ്രകൃതിദത്തമായ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ മൂലകങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മമായ വികിരണങ്ങൾ പെട്ടിക്കുള്ളിൽ ബാക്ടീരിയകളോ ഫംഗസുകളോ വളരുന്നത് തടയുന്നു. അതുവഴി ഉള്ളിലെ പേജുകൾ ദ്രവിക്കാതെ സംരക്ഷിക്കപ്പെടുന്നു. ഭാവിക്കാവശ്യമായ ഭാരം കുറഞ്ഞതും എന്നാൽ കഠിനമായ ചൂടിനെ പ്രതിരോധിക്കുന്നതുമായ ബഹിരാകാശ വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഈ പുരാതന ലോഹക്കൂട്ട് ഒരു മാതൃകയാക്കാമെന്ന പ്രത്യാശയിലാണ് ശാസ്ത്രലോകം. ആത്മീയമായ അമൂല്യനിധി എന്നതിലുപരി വരും തലമുറയ്ക്ക് പുതിയൊരു ശാസ്ത്രപാഠം കൂടി നൽകുന്ന ഈ അത്ഭുതത്തെ അമീനുള്ളയുടെ കുടുംബം ഇന്നും തങ്ങളുടെ ജീവശ്വാസം പോലെ ഭദ്രമായി കാത്തുസൂക്ഷിക്കുന്നു.